സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് കണ്ടിട്ട് വളരെയധികം ലജ്ജാവഹമാണ് കേട്ടോ. ലജ്ജാവഹം എന്ന് പതുക്കെ പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് പോലും ഞാൻ ലജ്ജിച്ചിട്ടാണ്. കാരണം ഈ വീട്ടിൽ എൻ്റെ അച്ഛനും മകനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പറയാൻ പോലും ലജ്ജയാണ്. കാരണം അവർ പോയിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നലെ കിട്ടിയ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സുകാരൻ്റെ ഒരു പ്രവൃത്തിയാട്ടോ. 9ാം ക്ലാസ്സുകാരൻ ലഹരി മാഫിയയുടെ ഏജൻ്റ് ആവുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. എത്ര വിചിത്രമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇപ്പോൾ സ്ഥിരമായിട്ട് കേട്ട് അത് വലിയ വിചിത്രമൊന്നും അല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് തോന്നുന്ന സമയമൊന്നും വേണ്ട. എന്തായാലും 9ാം ക്ലാസ്സുകാരൻ ലഹരി മാഫിയയുടെ നേതാവാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഏജൻ്റാണ് പുള്ളിക്കാരൻ ഈ ഒരു സാധനം എടുക്കുന്നു, മറ്റുള്ളവർക്ക് വിൽക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിച്ച് പുള്ളി ചെയ്ത വേല എന്താണെന്ന് വെച്ചാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം പെങ്ങളെ ഉപദ്രവിച്ചു എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. പീഡിപ്പിച്ചു എന്ന് വേണേൽ പറയാം. അങ്ങനെ അത്തരത്തിലുണ്ടായി. അങ്ങനെ ആ ഒരു പെൺകുട്ടി അതൊന്നും ആരോടും പറയാണ്ട് വിഷമത്തോടുകൂടി കഴിയുന്ന സമയത്തിന് സ്കൂളിൽ ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ ഇപ്പോൾ നടന്നു വരികയാണല്ലോ. പല സ്കൂളുകളിലും ഉണ്ട് കൗൺസിലിങ്ങും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ കൗൺസിലിംഗ് ചെയ്യാമെന്ന ആ ഒരു കൗൺസിലറോട് കുട്ടി കാര്യം തുറന്നു പറയുകയാണ്. ഇങ്ങനെ ഒരു സംഭവം തൻ്റെ ജീവിതത്തിലുണ്ടായി, തനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്, വേദനയുണ്ട്, പുകച്ചിലുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി അവരോട് തുറന്നു പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, ആ ഒരു 9ാം ക്ലാസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ലഹരി തന്നെയാണ് എല്ലാത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് ഈ രീതിയിലാണെങ്കിൽ എവിടെ ചെന്നെത്തുമെന്ന് യാതൊരു പിടുത്തവുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഇത്രയും വാർത്തകളൊക്കെ കൂടുതലും കേട്ടുകൊണ്ടിരുന്നത് നമുക്ക് ഗുജറാത്തിൽ നിന്ന്, അത് ഉത്തർപ്രദേശിൽ നിന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു കൂടുതലും ഇത്രയും മോശമായ രീതിയിൽ നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനെയൊക്കെ കടത്ത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്പർ 1 കേരളം. എന്തായാലും നമ്മുടെ ഇരട്ടച്ചങ്കം ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇത്തരം വാർത്തകൾ ദിവസവും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിന് തന്നെ അഭിമാനക്ഷതമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തു തന്നെയാണെങ്കിലും ആ കുട്ടികളുടെ കാര്യത്തിൽ എന്നല്ല, ഇപ്പോൾ ഈ കേരളത്തിൽ എവിടെ തിരിഞ്ഞാലും ഓരോ ദിവസവും വരുന്ന വാർത്തകൾ ലഹരി തന്നെയാണ് എല്ലാത്തിനും കാരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലഹരി മാത്രമല്ല, വയലൻസ് പോലുള്ള സിനിമകളും വളരെ അപകടകാരികൾ തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെപ്പോലും നിയന്ത്രിക്കാൻ ആ ഒരു വീട്ടുകാർക്ക് സാധിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ ഇന്നത്തെ കാലത്ത് കുറച്ചങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോഴുള്ള അവസ്ഥ. നോക്കൂ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മയക്കുമരുന്നിൻ്റെ ലഹരി വസ്തുക്കളുടെ ഏജൻ്റ് ആവുകയാണെങ്കിൽ അവനത് എത്ര നാളായിട്ടുണ്ടാവും അത് ഉപയോഗിക്കാൻ തന്നെ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കുട്ടിക്ക് ഇതിനെ ചൊല്ലി എന്തെല്ലാം ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടായിക്കൂടാതില്ല, എന്തെല്ലാം ഉണ്ടാവും. ഇപ്പം തന്നെ ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ അവന് തിരിച്ചറിയാൻ പറ്റാത്തതായിരിക്കും. കാരണം ഇത്രയും പിഞ്ച് പ്രായത്തിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുകയാണ്. കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഏതവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ ഒരു നാടിൻ്റെ പോക്കെന്ന് അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വാർത്തയെന്നല്ല, ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, കാണുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുക. പിന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ പോലും അറിയാതെ അവരുടെ ബുക്കുകളും പുസ്തകങ്ങളും ബാഗുകൾ ഇതെല്ലാം നിങ്ങൾ പരിശോധിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വിചാരിക്കരുത്. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ ബാഗിൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കേട്ടൊരു വാർത്തയെ പറയുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബാഗിനകത്തോ അവരുടെ റൂമിനകത്തോ നടുക് ഒടിച്ച രീതിയിൽ കാണുന്ന നോട്ട് അത് എത്രേൻ്റെയൊന്നുമില്ല, നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. കുട്ടികൾക്ക് ഉറപ്പായിട്ടും ലഹരി മരുന്നിൻ്റെ ഉപയോഗമുണ്ട് എന്നാണ് പറയുന്നത്. നടു ഒടിച്ചതെന്ന് പറയുമ്പോൾ ഒരു നോട്ട് ഇങ്ങനെ നീളത്തിനിരിക്കുന്ന നോട്ട് ഇങ്ങനെ നെടുകെ ഇങ്ങനെ മടക്കുക, ഇങ്ങനെ നടുകൊടിച്ച്. അതായത് ഇപ്പോൾ എൻ്റെ കൈവശം ഇപ്പോൾ നോട്ടൊന്നുമില്ല കാണിക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു നോട്ടാണെങ്കിൽ ഇതിനത് ഇങ്ങനെ മടക്കിയ അതിൻ്റെ
ഒരു അടയാളം, ഇങ്ങനെ മടക്കിയ ഒരു അടയാളമുള്ള നോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, ഇങ്ങനെ നടുവിലൂടെ പിന്നെ മടക്കുള്ള നോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയായിരിക്കും അത് എന്ന് ഇത് ഉപയോഗിക്കുന്ന ഒരാൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ATM കാർഡുകൾ ആവശ്യത്തിലധികം ATM കാർഡുകൾ ഈ പറയുന്നത് പോലെ തന്നെ അവരുടെ പക്കൽ നിന്ന് കണ്ടെത്തുകയാണെങ്കിലും അവർ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതേക്കുറിച്ചൊന്നും അദ്ദേഹം വിശദമായിട്ട് പറയുന്നതൊന്നുമില്ല. ഇങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അറിഞ്ഞ കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികളുടെ ബാഗുകൾ ശ്രദ്ധിക്കുക, കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക. കുട്ടികൾ പുറത്ത് പോകുമ്പോൾ അവർ ആരുടെ അടുത്താണ് കൂടുതൽ അവർക്ക് അടുപ്പമൊന്നും, ഏത് ഭാഗത്തായിട്ടാണ് അവർ പോകുന്നതെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്തെ കുട്ടികളാണ്, നമുക്ക് പരിധിയുണ്ട് അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിന്. എന്നാലും ആ ഒരു പരിധിക്ക് ഉള്ളിൽ നിന്നിട്ട് അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കുട്ടികൾ ആരും നിയന്ത്രിക്കുന്നതോ ശാസിക്കുന്നതോ അല്ലെങ്കിൽ ഉപദേശിക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത തരത്തിലാണ് അവരുടെ വളർച്ചയും പോക്കും ഒക്കെ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെയൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും അവരുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. അതുമാത്രമല്ല, അവരുടെ കാര്യങ്ങളിൽ കുറച്ചെങ്കിലും നിയന്ത്രണം സ്നേഹപൂർവ്വം നമ്മൾ ഏർപ്പെടുത്തിയേ മതിയാവൂ. ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. മിക്കവാറും ലൈവിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിരിക്കും. എനിക്ക് നേരത്തെ ഒന്നും ലൈവൊന്നും വരാനായിട്ട് സാധിച്ചിരുന്നില്ല. പലപ്പോഴും താമസിച്ചൊക്കെ ആയിട്ടാണ് ലൈവിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. നാളെ മുതൽ ഉറപ്പായിട്ടും ലൈവ് ഉണ്ടാവും. കാരണം ഇത്രയും ദിവസം ഇവിടെ ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 10 ദിവസമായിട്ട് ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലെ കൊണ്ട് ഭരണി കഴിഞ്ഞുവെങ്കിലും ഉത്സവം ഇനിയും ഒരാഴ്ച. പക്ഷേ എന്നാലും സ്റ്റേജ് ഷോയൊക്കെ ഇന്നുകൂടി ഉള്ളെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നാളെ മുതൽ ലൈവ് വരുമെന്ന് ഞാൻ തീരുമാനിച്ചത്. മിക്കവാറും ലൈവിൻ്റെ ടൈമിലൊക്കെ നല്ല ചേഞ്ച് ഉണ്ടായിരിക്കും. പഴയതുപോലെയുള്ള സമയമൊന്നും ആയിരിക്കില്ല ലൈവിൻ്റെ സമയം എന്ന് വെച്ചാൽ. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.